ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഷിഫ്റ്റ് ഗിയറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എല്ലാവരും അറിഞ്ഞു കാണുമായിരിക്കുമല്ലോ, മെയ് മാസം മുതൽ പുതിയ ഡ്രൈവിംഗ് ടെസ്റ്റിൻ്റെ രീതിയൊക്കെ വരികയാണ്. അപ്പോൾ ഇനി മുതൽ MIT പറ്റില്ല, ബൈക്കിംഗ് കൊണ്ടാണ് നമുക്ക് എട്ടെടുക്കാനും റോഡ് ഓടിക്കാനും പറ്റുള്ളൂ എന്നാണ് പുതിയ നിയമം വരുന്നത്. അപ്പോൾ നമ്മുടെ MITയുടെ വീഡിയോയുടെ അടിയിൽ ഒത്തിരി ആളുകൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ എനിക്ക് ബൈക്ക് ഓടിക്കാൻ അറിയില്ല, എനിക്ക് സ്കൂട്ടർ മാത്രമേ ഓടിക്കാൻ അറിയാവുള്ളൂ, അപ്പോൾ അതുകൊണ്ട് ബൈക്ക് ഓടിക്കാൻ ബുദ്ധിമുട്ട് വരുമോ, ബൈക്ക് ഓടിക്കാനായിട്ട് എങ്ങനെയാണ് എട്ടെടുക്കുന്നത്, അങ്ങനെയൊക്കെ ചോദിച്ച് പലരും കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിന് റിപ്ലൈ ആയിട്ടാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു സ്കൂട്ടർ മാത്രം ഓടിക്കാൻ അറിയാവുന്ന, ബൈക്ക് ഓടിക്കാൻ അറിയില്ലാത്ത ആളുകളെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്. ബേസിക്കായിട്ട് ബൈക്ക് ഓടിക്കുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ സ്കൂട്ടർ ഓടിക്കുന്ന ആളുകളാണെങ്കിൽ സിമ്പിളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കി എടുക്കാവുന്നേ ബൈക്ക് ഓടിക്കാനായിട്ട്. ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. മെയിനായിട്ട് നിങ്ങൾ അറിയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ബൈക്കിൻ്റെ ഗിയറിൻ്റെ പൊസിഷൻ ഒന്ന് മനസ്സിലാക്കുക, അതുപോലെ ക്ലച്ച് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്. ഈ രണ്ട് കാര്യങ്ങളും ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബൈക്കും സിമ്പിളായിട്ട് ഓടിക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പൊസിഷൻ വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സ്കൂട്ടർ ഓടിക്കുമ്പോൾ നമുക്ക് രണ്ട് കയ്യേലായിട്ടാണ് ഫ്രണ്ട് ബ്രേക്കും, ലെഫ്റ്റ് സൈഡിൽ ബാക്ക് ബ്രേക്കും, റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ബ്രേക്കുമായിട്ടാണ് സ്കൂട്ടറിൻ്റെ വരുന്നത്. പക്ഷേ ഇതിൻ്റെ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ളത് ക്ലച്ചാണ്, അതുപോലെ റൈറ്റ് സൈഡിൽ ഫ്രണ്ട് ബ്രേക്ക്. പിന്നെ വരുന്നത് ബാക്കിലത്തെ ബ്രേക്ക് വരുന്നത് കാലിൻ്റെ വലത്തെ കാലിൻ്റെ അടിയിലാണ്. അപ്പോൾ അതായത് നമുക്കിങ്ങനെ ഫുട്ട് റെസ്റ്റ് ഉണ്ട്, ഫുട്ട് റെസ്റ്റിൻ്റെ ഭാഗത്തായിട്ട് ഇവിടെ വയ്ക്കുക, നമ്മുടെ ഫ്രണ്ട് ഭാഗം കൊണ്ട് ഇങ്ങനെ ബ്രേക്ക് നമുക്ക് താഴത്തേക്ക് ചവിട്ടി കഴിഞ്ഞാൽ ബ്രേക്ക് ആവുന്നതാണ്. പിന്നെ ബൈക്കിൻ്റെ വരുന്നത് ഗിയർ സിസ്റ്റമാണ്. ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലെ കാലുകൊണ്ടാണ് നമ്മൾ പ്രവർത്തിപ്പിക്കേണ്ടത്. ഇതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബൈക്കും അതുപോലെ തന്നെ സ്കൂട്ടറും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഗിയർ സിസ്റ്റം മാത്രമാണ് ഓരോ ബൈക്കിനെ സംബന്ധിച്ചോളം സ്പെഷ്യലായിട്ടുള്ളത്. കാരണം ഓരോ മോഡലിൻ്റെയും കമ്പനിയുടെ വ്യത്യാസം അനുസരിച്ച് ബൈക്കിൻ്റെ ഗിയർ സിസ്റ്റത്തിന് വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഹോണ്ടയുടെ രീതി ആയിരിക്കില്ല ഹീറോ ഹോണ്ടയ്ക്ക്, ഹീറോ ഹോണ്ടയുടെ രീതി ആയിരിക്കില്ല ബജാജിന്. അപ്പോൾ അങ്ങനെ ഓരോ വണ്ടികൾക്കും അതിൻ്റേതായ ഗിയറിൻ്റെ പൊസിഷൻസിന് മാത്രമേ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ ഓരോ വണ്ടിയും ഏതാണ് അതിൻ്റെ ഗിയർ പൊസിഷൻ എന്ന് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് സിമ്പിളായിട്ട് വണ്ടി ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ എങ്ങനെയാണ് ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് ഇനി നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മേജറായിട്ടുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആക്സിലേറ്ററും സംഭവങ്ങളൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ. പിന്നെ ഇത് എല്ലാവർക്കും അറിയാവുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി ഒന്ന് മേജർ കൺട്രോൾസും കൂടി ഒന്ന് പെട്ടെന്ന് പറഞ്ഞേക്കാം. അതായത് നമ്മളിത് കീ ഇൻസേർട്ട് ചെയ്യുന്നു, അതുപോലെ കീയുടെ സ്വിച്ച് റൈറ്റിലേക്ക് ഒന്ന് തിരിച്ചാൽ കീ സ്വിച്ച് ഓണായി. പിന്നെ ഇതെന്ന് പറയുന്നത് ഹെഡ് ലൈറ്റിൻ്റെ സ്വിച്ചാണ്, ഹെഡ് ലൈറ്റ് ഓൺ ഓഫ്. ഇതുപോലെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ കൺട്രോൾ എന്ന് പറഞ്ഞാൽ ഹെഡ് ലൈറ്റ് ഡിമ്മും ബ്രൈറ്റും അടിക്കാനുള്ളത്. അതുപോലെ ഇത് നമ്മുടെ ഹോണിൻ്റെ സ്വിച്ച്. അതുപോലെ ഇൻഡിക്കേറ്റർ എന്ന് പറഞ്ഞാൽ ഇത് ലെഫ്റ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇങ്ങോട്ട്, റൈറ്റിലേക്കുള്ള ഇൻഡിക്കേറ്റർ വലത്തേക്ക് ഇട്ടാൽ റൈറ്റിലേക്കായി. പിന്നെ റിട്ടേൺ കൊടുത്തു കഴിഞ്ഞാൽ സെൻറ്ററിൽ വന്നു കഴിഞ്ഞാൽ ഓഫ് ആയിക്കോളും. പിന്നെ ഇത് ചോക്ക്. പിന്നെ അതുപോലെ ഇത് സെൽഫുള്ള വണ്ടി ആയതുകൊണ്ട് ഇവിടെ സെൽഫ് സ്വിച്ച്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ കൺട്രോൾസ് എന്ന് പറയുന്നത്. ഇതും വണ്ടികളുടെ മോഡലും ഇതൊക്കെ അനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വ്യത്യാസങ്ങൾ ചെറുതായിട്ട് ഉണ്ടായിരിക്കുന്നതാണ്. ഈ ഒരു കാര്യങ്ങളൊക്കെയാണ് നിങ്ങളൊന്ന് മനസ്സിലാക്കുക. ഇനി എങ്ങനെയാണ് നമുക്കൊന്ന് ബൈക്ക് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. അടുത്ത് നമ്മൾ കീ ഇൻസേർട്ട് ചെയ്തു, കീ ഓണാക്കി. ഇനി നമ്മൾ ജസ്റ്റ് നിങ്ങൾ തുടക്കക്കാരാണെങ്കിൽ, ഇപ്പോൾ വണ്ടി ന്യൂട്രാണെങ്കിൽ ഈ വണ്ടിക്കൊക്കെ ബാറ്ററി ഉള്ള ഈ ടൈപ്പ് വണ്ടികൾക്കൊക്കെ ന്യൂട്രലിൻ്റെ ഒരു ലൈറ്റ് തെളിയും. പക്ഷേ ഇപ്പോൾ ഈ ന്യൂട്രലിൻ്റെ ലൈറ്റ് തെളിഞ്ഞിട്ടില്ല. അതിൻ്റെ അർത്ഥം വണ്ടി ന്യൂട്രലല്ല, ഗിയറിലാണ് കിടക്കുന്നതെന്നാണ്. അപ്പോൾ നിങ്ങൾ ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ ഒന്ന് ഇങ്ങനെ ഒന്ന് അനക്കി നോക്കുക. അനങ്ങി നോക്കി കഴിയുമ്പോൾ വണ്ടി ഇങ്ങനെ പിടിച്ച് നിൽക്കുവാണെങ്കിൽ അതിൻ്റെ അർത്ഥം വണ്ടി ന്യൂട്രലാണ്, ഗിയറിലാണ് കിടക്കുന്നതെന്നാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി ന്യൂട്രലിലേക്ക് കൊണ്ടുപോകണം. ഇതിൻ്റെ ഗിയർ പൊസിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിപ്പം യൂണിക്കോൺ ആണ്. യൂണിക്കോണിൻ്റെ ഗിയർ സിസ്റ്റം എന്ന് പറയുന്നത് ഈ ലിവർ ക്ലച്ച് പിടിച്ചതിന് ശേഷം ഏറ്റവും മുമ്പിലോട്ടുള്ള ഗിയറാണ് ഫസ്റ്റ് എന്ന് പറയുന്നത്. ഈ ഫസ്റ്റിലിട്ടാണ് നമ്മൾ വണ്ടി മുമ്പോട്ട് എടുക്കുന്നത്. പക്ഷെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വണ്ടി ന്യൂട്രലിടുക. ന്യൂട്രലിടണമെങ്കിൽ ഇതിപ്പം ഈ വണ്ടിയുടെ നമ്മുടെ ഈ കാലിങ്ങനെ പതുക്കെ ഇതിലേക്ക് ഇടുക, ക്ലച്ച് പിടിക്കുക. അതിനുശേഷം പതുക്കെ ഒന്നിങ്ങനെ മേളിലേക്ക് വെക്കുക. മേളിലേക്ക് വെത്ത് കഴിയുമ്പോൾ വളരെ സ്മൂത്തായിട്ടും ഇട്ട് കൊടുത്താൽ മതി. അപ്പോൾ വണ്ടി ന്യൂട്രലിലേക്ക് വന്നോളൂ. ന്യൂട്രലാണോ എന്ന് പിന്നെ നിങ്ങൾ അറിയേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പതുക്കെ വണ്ടി ഒന്ന് അനക്കി നോക്കുക. ഇങ്ങനെ ഒന്ന് അനക്കി നോക്കുക. അതുപോലെ തന്നെ നമുക്ക് ഈ മീറ്ററിൻ്റെ സ്വിച്ചിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ന്യൂട്രലാണെങ്കിൽ ന്യൂട്രലിൻ്റെ ഈ ഓണായി കഴിയുമ്പോൾ നമുക്ക് വണ്ടി ന്യൂട്രലാണെന്ന് മനസ്സിലാക്കാം. ഇനി നമ്മൾ ന്യൂട്രലായി. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് വണ്ടി കിക്കർ അടിച്ച് വേണം സ്റ്റാർട്ട് ചെയ്യാം. അതുപോലെ സെൽഫുള്ള വണ്ടിയാണെങ്കിൽ സെൽഫ് അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ന്യൂട്രലാക്കി അതിനുശേഷം കിക്കർ ഇങ്ങനെ പതുക്കെ എടുത്തു. ഇതിപ്പോൾ ഈ വണ്ടിക്ക് സെൽഫും ഉണ്ട്, അതുപോലെ കിക്കറുണ്ട്. അപ്പോൾ ഞാൻ കിക്കർ അടിച്ച് ഇങ്ങനെ ഒന്ന് സ്റ്റാർട്ട് കാണിച്ചു തരാം. ഇങ്ങനെ വരുന്നു, കാലിങ്ങനെ വയ്ക്കുന്നു. അതിനുശേഷം പതുക്കതാ ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ വണ്ടി ഇപ്പോൾ സ്റ്റാർട്ടായി. അതിങ്ങനെ സ്റ്റാർട്ടായി നിൽക്കുന്നതായിരിക്കും. സ്റ്റാർട്ടായി നിന്ന് കഴിഞ്ഞാൽ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുത്തു വേണം വണ്ടി മുമ്പോട്ട് എടുക്കാനായിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ഗിയർ സിസ്റ്റം പറഞ്ഞു ഏറ്റവും മുമ്പിലായിട്ടാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ ഏറ്റവും ഇങ്ങനെ മുമ്പോട്ടുള്ള ഗിയറാണ് ഫസ്റ്റ് ഗിയർ എന്ന് പറഞ്ഞാൽ. അതിനുശേഷം ഒരു സ്റ്റെപ്പ് പതുക്കെ വന്നു കഴിഞ്ഞാൽ ന്യൂട്രായി. അതിനുശേഷം വീണ്ടും ഇങ്ങോട്ടൊരു സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് ഗിയർ പോകുന്നത്. അപ്പോൾ അതായത് ഏറ്റവും മുമ്പിലായിട്ട്
ഫസ്റ്റ് ഗിയർ, ന്യൂട്രൽ, സെക്കൻഡ്, തേർഡ്, ഫോർത്ത്, ഇങ്ങനെയാണ് ഗിയർ പോകണം. അപ്പോൾ നിങ്ങൾക്ക് പുറകോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഗിയർ നമുക്ക് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെ ഇട്ട് പോകാം. നിങ്ങൾക്ക് ഡൗൺ ചെയ്യണമെങ്കിൽ ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഇട്ടാൽ ഫോർത്തിൽ നിന്ന് തേർഡിലേക്ക് വന്നു, ഒരു സ്റ്റെപ്പോടെ ഇട്ടാൽ തേർഡിൽ നിന്ന് സെക്കൻഡിലേക്ക് വന്നു. പിന്നെ നോർമൽ റണ്ണിങ്ങിൽ തന്നെ നമ്മൾ താഴത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് ഗിയറിലേക്കാണ് വരുന്നത്. ഇപ്പോൾ നമ്മൾ എപ്പോഴും ആ ഒരു പൊസിഷനിൽ തന്നെയാണ് ഗിയർ മെയിൻറ്റെയിൻ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ആ ഒരു പൊസിഷൻ ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗിയറിൻ്റെ സിസ്റ്റം മനസ്സിലാവും. നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഫസ്റ്റ് ഗിയർ ഇടണം. അപ്പോൾ നമ്മൾ ന്യൂട്രാക്കിയതിന് ശേഷം ക്ലച്ചിൽ നിന്ന് കൈ റിലീസ് ചെയ്തായിരുന്നു. ഇനി വീണ്ടും നമ്മൾ വണ്ടി സ്റ്റാർട്ട് ആയതിനു ശേഷം ക്ലച്ച് ഫുള്ള് പിടിക്കുക. അതിനുശേഷം ഈ ഗിയർ വണ്ടിയുടെ ഫസ്റ്റ് എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഇങ്ങനെ മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ, ന്യൂട്രലിൽ നിന്ന് ഒരു സ്റ്റെപ്പ് മുമ്പോട്ട് ഇട്ട് കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറായി. ഈ ഫസ്റ്റ് ഗിയറിലിട്ടാണ് നമ്മളെല്ലാ വണ്ടികളും മുൻപോട്ട് എടുക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇനി അടുത്ത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ വന്നിട്ട് ഇങ്ങനെ പതുക്കെ ക്ലച്ച് ഒന്ന് റിലീസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ വണ്ടിക്ക് അനക്കമൊന്നുമില്ല. ഈ ഒരു പൊസിഷൻ എത്തുമ്പോഴേക്ക് വണ്ടി പതുക്കെ ഹാഫ് ക്ലച്ചിലേക്ക് വരും. ഈ ഒരു പൊസിഷൻ എത്തുമ്പോൾ വണ്ടി അനങ്ങാനായിട്ടൊരു ടെൻഡൻസി വരും. ആ ഒരു പൊസിഷൻ വന്നു കഴിയുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? വളരെ സ്ലോയിൽ ആക്സിലേറ്റർ കൊടുക്കുക. ഒത്തിരി സ്പീഡിൽ ഇങ്ങനെ ആക്സിലേറ്റർ കൊടുക്കരുത്. വളരെ സ്ലോയിൽ ആക്സിലേറ്റർ കൊടുത്തുകൊണ്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യാം. ഇങ്ങനെ പതുക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ വണ്ടി മുമ്പോട്ട് പോകുന്നതായിരിക്കും. അപ്പോൾ എന്നിട്ട് നിങ്ങൾ ക്ലച്ച് ഒന്ന് പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആയിക്കോളും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഫസ്റ്റ് ഗിയർ ഇട്ടതിന് ശേഷം ആദ്യം ഒരിക്കലും നിങ്ങൾ വണ്ടി എടുത്തുകൊണ്ട് പോകരുത്. നിങ്ങൾ ഇങ്ങനെ പതുക്കെ വളരെ ശ്രദ്ധിച്ചുകൊണ്ട് ക്ലച്ച് പതുക്കെ റിലീസ് ചെയ്യുക. അങ്ങനെ പതുക്കെ റിലീസ് ചെയ്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം പെട്ടെന്ന് കൈ എടുത്തുകൊണ്ട് പോകരുത്. അപ്പോൾ നമ്മൾ പതുക്കെ റിലീസ് ചെയ്തുകൊണ്ട് ആ ഹാഫ് ക്ലച്ച് പോയിന്റിൽ പതുക്കെ റിലീസ് ചെയ്യുക. ആക്സിലേറ്റർ പതുക്കെ വളരെ സ്ലോയിൽ ആക്സിലേറ്റർ കൊടുത്ത് ഇങ്ങനെ മുൻപോട്ട് എടുക്കുക. ഇങ്ങനെ മുമ്പോട്ട് പതുക്കെ ഇങ്ങനെ വണ്ടി ഇങ്ങനെ മുമ്പോട്ട്. പിന്നെ നിങ്ങൾക്ക് സ്പീഡ് കുറയ്ക്കണം എന്നുണ്ടെങ്കിൽ പതുക്കെ ഇങ്ങനെ ക്ലച്ച് അങ്ങ് ഹോൾഡ് ചെയ്ത് ക്ലച്ച് നമ്മൾ പിടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി സ്ലോ ആയിക്കോളും. അപ്പോൾ ഇങ്ങനെ പതുക്കെ ഹാഫ് ക്ലച്ച് പോയിന്റിൽ എത്തുന്നു, പതുക്കെ ആക്സിലേറ്റർ കൊടുക്കുന്നു, ഇങ്ങനെ വണ്ടി പതുക്കെ മുമ്പോട്ട് നീങ്ങുന്നു. അതിനുശേഷം ഇങ്ങനെ ക്ലച്ച് പിടിച്ച് വണ്ടി നിർത്തുന്നു. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ഒരു 3-4 പ്രാവശ്യം ഇങ്ങനെ നിങ്ങൾ പതുക്കെ എടുത്ത് പഠിക്കുക. അങ്ങനെ എടുത്തെടുത്ത് പഠിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കോൺഫിഡൻസ് ആവും. വണ്ടി പതുക്കെ എനിക്ക് മുമ്പോട്ട് എടുക്കാറായി എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ മുമ്പോട്ട് എടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ നോർമൽ ചെയ്യുന്നത് പോലെ തന്നെ അങ്ങനെ എടുത്തു മുമ്പോട്ട് നീക്കി കഴിഞ്ഞിട്ട് അല്പം സ്പീഡാക്കി നമ്മൾ സെക്കൻഡ് ഗിയർ കൊടുക്കുന്നു. ഇങ്ങനെ സെക്കൻഡ് ഗിയർ കൊടുത്ത് നമുക്ക് വണ്ടി ഓടിക്കാം. അതിനുശേഷം ഞാനിപ്പോൾ ഇത് മുറ്റത്തിട്ടാണ് നിങ്ങളൊന്ന് കാണിക്കുന്നത്. റോഡിലാണെങ്കിൽ അതുപോലെ വലിയ ഗ്രൗണ്ട് ആണെങ്കിൽ അടുത്ത ഗിയറിലേക്ക്, സെക്കൻഡിൽ നിന്ന് പിന്നെ തേർഡിലേക്ക്, ഫോർത്തിലേക്ക് അങ്ങനെ നിങ്ങൾക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോകാം. അപ്പോൾ ആദ്യം തന്നെ നിങ്ങൾ ഫസ്റ്റ് ഗിയറിലിട്ട് ഇങ്ങനെ പതുക്കെ അനക്കി ഇങ്ങനെ ഓടിച്ച് പഠിക്കുക. അങ്ങനെ വളരെ സ്ലോയിൽ ക്ലച്ച് കൊള്ളിച്ചുകൊണ്ട് വളരെ സ്ലോയിൽ വണ്ടി ഇങ്ങനെ ഓടിച്ച് അനക്കി പഠിക്കുക. അങ്ങനെ പഠിച്ചതിന് ശേഷം നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ആയി എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്പം നല്ല വീതിയുള്ള വഴി എടുത്തതിന് ശേഷം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡിലേക്ക് കൊടുക്കുക. അങ്ങനെ ഓരോ ഗിയർ മാറി കൊടുക്കുക. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നിങ്ങളൊരു വണ്ടി എടുത്ത് പഠിക്കുന്നത്. അങ്ങനെ എടുക്കും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ട അബദ്ധം എന്ന് പറഞ്ഞാൽ സംഭവിക്കാൻ പറ്റുന്നൊരു മിസ്റ്റേക്ക്, ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട വണ്ടി എന്ന് പറയുമ്പോൾ ക്ലച്ച് എടുക്കുമ്പോൾ നിങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് എടുത്തു കഴിഞ്ഞാൽ ക്ലച്ച് വണ്ടി ഓഫായി പോകും. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറിലിടുന്നു, വളരെ സ്ലോയിൽ ക്ലച്ച് റിലീസ് ചെയ്ത് കൊടുക്കും. അപ്പോൾ ഇങ്ങനെ നിങ്ങൾക്ക് മുമ്പോട്ട് പോകാം. അപ്പോൾ ഇങ്ങനെ ഇതിപ്പോൾ നമ്മളൊരു മുറ്റത്തിട്ടാണ് ഞാൻ നിങ്ങളത് കാണിക്കാനായിട്ട് എടുത്ത്. നല്ല വഴിയോ അല്ലെങ്കിൽ ഗ്രൗണ്ടൊക്കെ ആണെങ്കിൽ ഫസ്റ്റിലിട്ടു. അപ്പോൾ കുറേ നേരം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ അങ്ങനെ ഓടിക്കുക. ഓടിച്ച് നിങ്ങൾക്കൊരു ബാലൻസ് ആയി, അതോ എനിക്ക് കോൺഫിഡൻസ് ആയെന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അല്പവും കൂടെ ഫസ്റ്റിൽ നിന്നും സെക്കൻഡിലേക്ക് കൊടുക്കുക. സെക്കൻഡിലേക്ക് ഇട്ട് അത് നല്ല വീതിയുള്ള വഴിക്കോടെ അല്ലെങ്കിൽ ഗ്രൗണ്ടിലൊക്കെ സെക്കൻഡിലിട്ട് കൊടുക്കുക. പിന്നെ സെക്കൻഡിൽ കുറച്ച് നേരം ഓടിച്ച് നല്ല കോൺഫിഡൻസ് ആയി കഴിയുമ്പോൾ സെക്കൻഡിൽ നിന്ന് തേർഡിലേക്ക് ഇട്ട് കൊടുക്കുക. അങ്ങനെ നിങ്ങൾക്ക് ഒരു 2-3-4 ദിവസം കൊണ്ട് സുഖമായിട്ട് ബൈക്ക് ഓടിക്കാൻ പഠിക്കാവുന്നതേ ഉള്ളൂ. അത്ര വലിയ ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. MIT മാറി ബൈക്കായി ഓർത്തുകൊണ്ട് അത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 3-4 ദിവസമൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് കഴിഞ്ഞാൽ ആർക്കും സിമ്പിളായിട്ട് ബൈക്ക് ഓടിക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ബൈക്ക് ഓടിക്കുന്നതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഡ്രൈവിംഗ് പഠിക്കുന്ന നിങ്ങളുടെ കൂട്ടുകാരുടെ ഇടയിലേക്ക് നമ്മുടെ ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ ലൈക്ക് ചെയ്യാനും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.